പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ KSRTC ബസ് മറിഞ്ഞു. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടം. KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. സലാം പി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു പാലക്കാട്ട് നിന്ന്. സലാം, എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. മറിഞ്ഞു എന്നുള്ളതാണ്, ബസ് മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കൊക്കയിലേക്ക്, അതായത് താഴ്ന്ന പ്രദേശത്തേക്ക് ബസ് മറിഞ്ഞതായിട്ട് തന്നെയാണ്. അങ്ങനെ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന കുണ്ടൻചോല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ചെറുനെല്ലി എസ്റ്റേറ്റ് തൊട്ട് സമീപത്തുള്ള കുണ്ടൻചോല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്, മറ്റുള്ളവർ കൂടി പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കൃത്യമായ വിവരങ്ങൾ നൽകാനാവും. ഇപ്പോൾ KSRTC ബസ്, അതായത് കൊക്കയിലേക്കാണോ മറിഞ്ഞത്? സലാം, അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഒരു ഉയർന്ന പ്രദേശത്തു നിന്നും കുറെ കൂടി താഴ്ന്ന ഒരു ഭാഗത്തേക്കാണ് ബസ് ഇപ്പോൾ നിലവിലുള്ള നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബസ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു താഴ്ന്ന പ്രദേശത്താണ്, അതായത് വീണ് കിടക്കുന്നത് താഴ്ന്ന പ്രദേശത്താണ്. അതൊരു പക്ഷേ ആ കൊക്കയിലേക്ക് മറിഞ്ഞു എന്ന് പറയാനാകുമോ എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഇപ്പോൾ ഒരാളുടെ നില നോക്കൂ സലാം, ഈ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന്റെ ഇടതുവശത്ത് പോത്തുണ്ടി ഡാമാണ്, വലതുവശത്താണ് ഈ മലയുമാണ്. സ്വാഭാവികമായിട്ട് ഈ ഡാമിന്റെ ഭാഗത്തേക്കുള്ള താഴ്ചയിലേക്ക് മറിയാനുള്ള സാധ്യത. അത് അവിടെ നിന്നും ചില ആളുകൾ പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. അതായത് നമുക്ക് അക്കാര്യം കുറെ കൂടി ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കുറെ കൂടി വനപ്രദേശത്തേക്കാണ്, അതായത് ഒരു പക്ഷേ ആ ഡാമിന്റെ ഭാഗത്തേക്കായിരിക്കാം ബസ് മറിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആളുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാലും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ഉണ്ടാകേണ്ടതുണ്ട്.